ഫ്രാഗ്രൻറ്റ് ഫ്ലവറിൻ്റെ എപ്പിസോഡ് 17ലേക്ക് എല്ലാവർക്കും വെൽക്കം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ആക്കാനും മറക്കരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിൻഡാര കൗരിക്കോൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്തു. അവൻ അവരോട് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നതുകൊണ്ട് എല്ലാവരും ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പ്രോപ്പറായിട്ട് ഗ്രീറ്റ് ചെയ്യാത്തതിൽ ക്ഷമിക്കണം. കൗരിക്കോ എനിക്ക് അവളുടെ ബോയ് ഫ്രണ്ട് ആവാൻ ചാൻസ് തന്നു. ഞാൻ ചിഡോറിയിലാണ് പഠിക്കുന്നത്, കിക്കിയോൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ സ്കൂളിനെ പറ്റി അങ്ങനെ വലിയ നല്ല അഭിപ്രായമൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ഗ്രേഡ്സും അത്ര പോരാ. കിക്കിയും ചിഡോറിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സോ എന്നെപ്പറ്റി നല്ല ഇമ്പ്രഷൻ തോന്നിയില്ലെങ്കിൽ എനിക്കത് മനസ്സിലാവും. എൻ്റെ ഈ അപ്പിയറൻസിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് എന്നോട് തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ മറ്റുള്ളവരെ പോലെയല്ല കൗരിക്കോ എന്നെ ട്രീറ്റ് ചെയ്തത്. റിയൽ ആയിട്ടുള്ള എന്നെയാണ് അവൾ കണ്ടത്. ഞങ്ങളുടെ സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. ആദ്യം മീറ്റ് ചെയ്തപ്പോൾ തൊട്ട് കൗരിക്കോ എനിക്ക് തന്ന കോൺഫിഡൻസും സമാധാനവും എനിക്ക് മറക്കാൻ കഴിയില്ല. സോ അവളെ പ്രൊട്ടക്ട് ചെയ്യാനും ഹാപ്പി ആക്കാനും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം പ്ലീസ്. അവൻ്റെ തുറന്നു പറച്ചിൽ എല്ലാവരെയും കാര്യമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അമ്മ പറയുവാണ്, റിൻഡാരോ, നീ നിന്നെ വാല്യൂ കുറച്ച് കാണരുത്. മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്നത് ഒരു സാക്രിഫൈസ് ആയിട്ടാണ് നീ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. മറ്റുള്ളവരോട് ഇടപെടാൻ നീയും എഫേർട്സ് ഇടുന്നില്ലേ? ഞങ്ങൾ അന്ന് ആ കേക്ക് കഴിച്ചപ്പോൾ നിന്നെപ്പറ്റി അറിയില്ലായിരുന്നിട്ട് കൂടി നിന്റെ ക്യാരക്ടറിനെ പറ്റി എനിക്കൊരു ഐഡിയ കിട്ടി. നിന്റെ അപ്പിയറൻസിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും. സ്കൂളുകളെ പറ്റി പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ എനിക്ക് റിൻഡാരോ ആ കേക്ക് ഉണ്ടാക്കിയ കൗരിക്കോൻ്റെ ഫ്രണ്ടാണ്. കൈൻഡ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കുട്ടി. ആ കേക്ക് കഴിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ആ ഫീലിങ്സ് എനിക്ക് കിട്ടിയതിന് നീയാണ് റീസൺ. കൗരിക്കോൻ്റെ ഫീലിങ്സും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. കൗരിക്കോ നിനക്ക് ചാൻസ് തന്നതല്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച റിലേഷൻഷിപ്പിലായവരാണ്. സോ സെയിം ലെവലിൽ തന്നെ. അത് മറക്കരുത്. കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവണം. റിൻഡാരോ ഇത് കേട്ട് താങ്ക്സ് ഒക്കെ പറയുവാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല റെസ്പോൺസ് അവൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ അവർ ഫുഡൊക്കെ കഴിക്കുവാണ്. കൗരിക്കോ ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ കുട്ടികൾ ഇങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുന്നത് കുറവാണ്. അമ്മ പറയുവാണ്, സത്യം പറഞ്ഞാൽ ഒരു മാരേജ് മീറ്റിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് കേട്ട് റിൻഡാരോയും കൗരിക്കോയും ബ്ലഷ് ചെയ്യുവാണ്. രണ്ടുപേരും നല്ല റെഡ് ആയിട്ടുണ്ട്. ഇവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് സ്മൈൽ ചെയ്തുകൊണ്ട് കോസയ്ക്ക് പറയുവാണ്, ചേച്ചി കറക്റ്റ് ആളെ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഇത് കേട്ട് കൗരിക്കോ ഒന്നുകൂടി റെഡായി. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുവാണ്. പിന്നീട് ഇറങ്ങാൻ തുടങ്ങുന്ന റിൻഡാരോനെയാണ് നമ്മൾ കാണുന്നത്. കോസയ്ക്ക് നിർബന്ധിച്ച് വീഡിയോ ഗെയിംസ് ഒക്കെ കളിപ്പിച്ചുകൊണ്ടാ ഇത്രയും നേരം ലേറ്റ് ആയതെന്ന് പറഞ്ഞ് അമ്മ സോറി പറയുന്നുണ്ട്. അമ്മയും കോസയ്ക്കും റിൻഡാരോനോട് ഇനിയും വരണം എന്നൊക്കെ പറയുമ്പോൾ റിൻഡാരോ നല്ല ഹാപ്പി ആവുന്നുണ്ട്. കൗരിക്കോ അവൻ്റെ ഒപ്പം സ്റ്റേഷൻ വരെ ചെല്ലാമെന്ന് പറയും. തിരിച്ചൊറ്റയ്ക്ക് വരണ്ടേ, അത് ഡേഞ്ചറസ് ആണെന്ന് റിൻഡാരോ പറയുമ്പോൾ കോസയ്ക്ക് ചാടിക്കയറി പറയും, എന്നാൽ ഞാനൊപ്പം വരാം. എനിക്കാണെങ്കിൽ സംസാരിച്ച് മതിയായിട്ടില്ല. അങ്ങനെ കൗരിക്കോനോട് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞേ ബായ് പറഞ്ഞ് അവർ പോവുകയാണ്. അങ്ങനെ അവർ പോകുമ്പോൾ കോസയ്ക്ക് പറയും, ചേട്ടൻ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഗെയിംസിൽ തോക്കാറൊന്നുമില്ല. നമുക്കൊരു റീമാച്ച് എന്തായാലും വെക്കണം. റിൻഡാരോ കോസയ്ക്കെന്നെ വിളിച്ചിട്ട് ചോദിക്കും, നിനക്കെന്തോ എന്നോട് കാര്യമായിട്ട് ചോദിക്കാനില്ലേ? കോസയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ആകെ നെർവസായി. നീ എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഒരു റീസൺ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനത്തെ ആളാണെന്ന് ടെസ്റ്റ് ചെയ്യാനല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ലുക്ക് കണ്ടിട്ട് നീ അങ്ങനെ വിചാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കോസയ്ക്ക് പറയുവാണ്, അങ്ങനെ പേടിച്ചിട്ടല്ല. ചേച്ചി ചേട്ടനെ ഇഷ്ടപ്പെട്ടതിൻ്റെ ക്യൂരിയോസിറ്റിയുമല്ല. കേക്ക് ഉണ്ടാക്കിയത് ചേട്ടനാണെന്ന് കേട്ടപ്പോൾ സർപ്രൈസ്ഡ് ആയിപ്പോയി. റിൻഡാര ചിരിക്കുവാണ്. കൊള്ളാം, നീ നല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആണല്ലോ. കൗരിക്കോനെ വലിയ കാര്യമാണല്ലേ? ആദ്യം കോസയ്ക്ക് ഷൈ ആയിട്ട് അത് സമ്മതിക്കില്ല. അവൾ ഭയങ്കര അനോയിങ് ആണെന്നൊക്കെ പറയും. റിൻഡാരോയ്ക്ക് ചിരി അടക്കാൻ പറ്റണില്ല. കൗരിക്കോനെ പോലെ തന്നെ കോസയ്ക്കും കള്ളം പറയാൻ അറിയില്ല. ഇമോഷൻസ് എല്ലാം മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കോസയ്ക്ക് പറയുവാണ്, സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടനോട് ഗ്രേറ്റ്ഫുൾ ആണ്. അമ്മയ്ക്ക് എപ്പോഴും പെട്ടെന്ന് വയ്യാണ്ടാവാറുണ്ട്. ഇത് കേട്ട് റിൻഡാരോ സർപ്രൈസ്ഡ് ആവുന്നത് കണ്ടാവും പറയും, ചേച്ചി പറഞ്ഞിട്ടില്ലല്ലേ? ഇപ്പോൾ അമ്മ ഓക്കെയാണ്. പക്ഷേ നേരത്തെയൊക്കെ എപ്പോഴും വയ്യാതായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അച്ഛനാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല ലേറ്റ് ആയിട്ടാണ് വരാറ്. സോ വീട്ടിലെ എല്ലാ കാര്യവും ചേച്ചിയാണ് ഹാൻഡിൽ ചെയ്തത്. ആ സമയത്ത് ഞാനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ചില സമയത്ത് അറിയാതെ ചേച്ചിയുടെ അടുത്താണ് ദേഷ്യം തീർക്കുന്നത്. പക്ഷേ ചേച്ചി എന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ചേച്ചിക്ക് ആ ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വീട്ടുജോലി, പഠിത്തം, അങ്ങനെയൊക്കെ. ചേച്ചിയും കുറെ കഷ്ടപ്പെട്ടല്ലോ എന്ന് പിന്നെ ഓർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് മോശമായി പോയെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. സങ്കടപ്പെട്ട് കരയുന്ന ചേച്ചീനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ചേച്ചീനെ നന്നായിട്ട് നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരിക്കും. ഇന്ന് ആദ്യമായിട്ടാണ് ചേച്ചിയുടെ വെറൈറ്റി ഇമോഷൻസ് ഞാൻ കണ്ടത്. ആളാകെ മാറിയതുപോലെ. ചേട്ടൻ അമ്മയോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി നിങ്ങൾ എത്രമാത്രം ചേച്ചീനെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. സോ ഞാൻ ആലോചിക്കുമായിരുന്നു, ചേച്ചി ആളുടെ വൾണറബിൾ സൈഡ് ചേട്ടൻ്റെ അടുത്ത് കാണിക്കുമെന്ന്. ഡിപ്പെൻഡ് ചെയ്യാനിപ്പോൾ ഒരാളുണ്ടല്ലോ. ഞാൻ പ്രഷർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. റിൻഡാര അവനെ തലോടിയിട്ട് പ്രോമിസ് ചെയ്യുകയാണ്, അവൻ കൗരിക്കോനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, അവളെ സപ്പോർട്ട് ചെയ്തപ്പോഴും ഉണ്ടാവുമെന്നൊക്കെ. ഇത് കേട്ട് ടച്ചായിട്ട് കോസയ്ക്ക് താങ്ക്സ് ഒക്കെ പറയുവാണ്. അവന്റെ ചിരി കണ്ടിട്ട് കൗരിക്കോനെ പോലെ തന്നെ ഉണ്ടെന്ന് റിൻഡാരോ ആലോചിക്കുന്നു. അങ്ങനെ റിൻഡാരോ വീട്ടിലെത്തി. അവൻ കൗരിക്കോന്റെ അമ്മയുടെ ഹോസ്പിറ്റൽ കേസ് ആലോചിക്കുകയാണ്.
ആളെ അഡ്മിറ്റ് ആക്കിയത് അവന്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലാണ്. സോ കൺഫെഷൻ ഡേയിൽ ഫസ്റ്റ് മീറ്റിൽ നിന്ന് കൗരുക്കോ പറഞ്ഞത് മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വന്നപ്പോഴായിരിക്കും എന്തായാലും കൗരുക്കോയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറണം എന്നൊക്കെ അവൻ ആലോചിക്കുകയാണ്. ഇനി കൗരുക്കോനെ കാണിക്കുകയാണ്. റിൻഡാരോ അവളെ വഗൂരി എന്നാണ് സാധാരണ വിളിക്കാറ്. പക്ഷേ ഇന്ന് വീട്ടിൽ വെച്ച് കൗരുക്കോ എന്നാണ് വിളിച്ചത്. അത് കേട്ടപ്പോൾ എന്തോ ഹാർട്ട് ബീറ്റ് ഒക്കെ റേസ് ആവുന്നുണ്ടായിരുന്നു. കൗരുക്കോന്ന് ഇനി വിളിച്ചാൽ മതിയെന്ന് റിൻഡാരോനോട് എങ്ങനെ പറയുന്ന ആലോചിച്ച് അവിടെ നെർവസ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ സമ്മർ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു മാസമായി. ചിഡോറിയിലെ എല്ലാവരും ഫെസ്റ്റിവൽ പ്രിപ്പറേഷന്റെ തിരക്കിലാണ്. അയാറ്റോ ഈ തവണയും കമ്മിറ്റിയിലുണ്ട്. ഉസാമിക്ക് ഓർണമെന്റ് ഗ്രൂപ്പിലാണ് ഡ്യൂട്ടി. വീക്കെൻഡിൽ പ്രിപ്പറേഷന് വരുന്നുണ്ടോയെന്ന് ഉസാമി ചോദിക്കും. അയാറ്റോയും സാക്കുവും വരുന്നുണ്ട്. സൺഡേ വേറെ പ്ലാൻസ് ഉള്ളതുകൊണ്ട് റിൻഡാരോ വരുന്നില്ല. ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യാൻ പോവാണോന്ന് ചോദിക്കുമ്പോൾ റിൻഡാരോ അല്ലാന്ന് പറയും. ഇത് കേട്ട് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഉസാമി കളിയാക്കുവാണ്. ഇനി സൺഡേ ആണ് കാണിക്കുന്നത്. റിൻഡാരോയുടെയും കൗരുക്കോയുടെയും ഒരു ഡേറ്റ് ആണ്. റിൻഡാരോ ആലോചിക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് കൗരുക്കോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോഴാണേലും ഫോൺ വിളിക്കുമ്പോൾ ആണേലും സ്പേസ് ഔട്ട് ആവുന്നുണ്ട്. അവര് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവൾ ഭയങ്കര എനർജറ്റിക് ആൻഡ് ഹാപ്പിയാണ്. സോ സീരിയസ് ആയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് റിൻഡാരോ വിചാരിക്കുവാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സെയിം അവസ്ഥ. ഇടയ്ക്ക് എനർജറ്റിക്, ഇടയ്ക്ക് സ്പേസ് ഔട്ട്. റിൻഡാരോ ചോദിക്കും, ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നിന്റെ ബിഹേവിയർ മാറിയിട്ടുണ്ട്. ഒന്നുമില്ല എന്നൊക്കെ കൗരുക്കോ പറയുമ്പോൾ അവൻ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, ശരിക്കും ഒന്നുമില്ലേ? എന്നോട് പറയില്ലാന്നാണോ? കൗരുക്കോ ആകെ റെഡായി. സോറി, ഞാൻ നിന്നെ ടെൻഷൻ ആക്കിയല്ലേ? അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് പിന്നെ വീട്ടിൽ വെച്ച് എന്നെ കൗരുക്കോന്നല്ലേ വിളിച്ചത്? റിൻഡാരോ പറയും, അമ്മ ഉള്ളത് കൊണ്ട് വഗൂരിനെ വിളിച്ചാൽ ശരിയാവില്ല, അങ്ങനെ വിചാരിച്ചിട്ടാണ്. കൗരുക്കോ പറയുവാണ്, റിൻഡാരോയ്ക്ക് എന്റെ ഫസ്റ്റ് നെയിം വിളിക്കാം. വഗൂരി എന്നാണ് കംഫർട്ടബിൾ എങ്കിൽ അത് ഓക്കെ. അവൾ അവന്റെ ഡ്രസ്സിൽ പിടിച്ചിട്ട്, എനിക്ക് റിൻഡാരോ എന്നെ കൗരുക്കോന്ന് വിളിക്കുന്നതാ ഇഷ്ടം. അവരങ്ങനെ പരസ്പരം നോക്കി നിൽക്കുവാണ്. ചെറിയൊരു റൊമാൻറ്റിക് സീനാണ്. പെട്ടെന്ന് ട്വിസ്റ്റ് ആയിട്ട് കിക്കിയുള്ള കുറച്ച് ഗേൾസുമായിട്ട് അവർ കണ്ടുമുട്ടുവാണ്. അവരൊരു കൺസേർട്ടൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന വഴിയായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഷോക്കായി. നീ എന്തായി ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ കൗരുക്കോ അവന്റെ ഡ്രസ്സിൽ നിന്ന് കൈവിടും. ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കിക്കിയോ ഗേൾസ് ആണെന്ന് മനസ്സിലാവുമ്പോൾ റിൻഡാരോ ആകെ വല്ലാണ്ടായി. കൗരുക്കോനെ ഇത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുമോന്നൊരു ടെൻഷൻ. കിക്കിയോ ഗേൾസ് അപ്പോഴാണ് റിൻഡാരോ ചിഡോറിയിലുള്ളതല്ലേ എന്ന് ചോദിക്കുന്നത്. അവർ ഡിസ്കസ് ചെയ്യുവാണ്. അന്ന് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരിപ്പോ നോക്കി നിന്നത് കണ്ടില്ലേ? സോ അതിനർത്ഥം കൗരുക്കോനെ അവനെ അറിയാമെന്നാണോ? റിൻഡാരോയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സ്കൂളിൽ നിന്ന് ദൂരെയാണെങ്കിൽ ആരും കണ്ടുപിടിക്കില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. പെട്ടെന്ന് കൗരുക്കോ പറയും, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഇത് റിൻഡാരോ ചിഡോറിയിലാണ് പഠിക്കുന്നത്. കിക്കി ഗേൾസ് ആകെ വല്ലാണ്ടായി. റിൻഡാരോ അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗേൾ ചോദിക്കും, നിങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും അല്ലല്ലോ അല്ലേ? കൗരുക്കോ പക്ഷെ ധൈര്യത്തോടെ പറയുവാണ്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. ഞാനാണ് ആദ്യം ഇഷ്ടത്തിലായത്. റിൻഡാരോ പെട്ടെന്ന് പറയും, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ചിഡോറിയും കിക്കിയോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എനിക്കറിയാം. എന്നിട്ടും ഞാനാണ് കൺഫസ് ചെയ്തത്. അവൾ എന്റെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വഗൂരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. റിൻഡാരോയ്ക്ക് എങ്ങനെയെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവരുടെ റിയാക്ഷൻ കണ്ടിട്ട് അവർക്ക് ഇതൊന്നും കേൾക്കാൻ ഒരു താല്പര്യവുമില്ല. വളരെ ഡിസപ്പോയിന്റഡ് ആണ്. കൗരുക്കോ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗേൾ പറയാണ്, സോറി, ഞങ്ങൾ ഇതിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താണെന്ന് മനസ്സിലായി. ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. അവർ പോകുവാണ്. അതിലൊരു ഗേൾ മാത്രം കൗരുക്കോനോട് ബായ് പറയുന്നുണ്ട്. കൗരുക്കോ ടെൻഷനായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി റിൻഡാരോ വിളിക്കുമ്പോൾ, സോറി റിൻഡാരോ, ടെൻഷനായി കാണുമല്ലേ? നേരം വൈകി തുടങ്ങി, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ അവർ നടക്കുവാണ്. എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു ദിവസം സംഭവിക്കുന്നത്. ഇത്ര പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഇനിയിപ്പോ സ്കൂളിലെ റൂമേഴ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. റിൻഡാരോ ആലോചിച്ച് ടെൻഷൻ ആയിട്ടിരിക്കുന്നത് കണ്ട് അവൾ എന്റെ കവളിൽ പിടിക്കുകയാണ്. ഓ, ഫൈനലി എനിക്ക് തൊടാൻ പറ്റി. റിൻഡാരോ ടെൻഷൻ ഒന്നും ആവണ്ട. എനിക്കെന്തായാലും റിൻഡാരോന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. സോ ഇതൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് അവൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ്. റിൻഡാരോ പെട്ടെന്ന് കൗരുക്കോന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് വിളിക്കും, എനിക്കും സെയിം ഫീലിങ്സ് ആണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഒപ്പം ഉണ്ടാവും. കൗരുക്കോ നല്ല ഹാപ്പി ആയിട്ട് പറയുവാണ്. അപ്പോ അത് സോൾവ് ആയി. സോ നമുക്ക് നെക്സ്റ്റ് ഡേറ്റിന് എത്രയും പെട്ടെന്ന് പോകണം. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് അവൾ പോവുകയാണ്. റിൻഡാരോയ്ക്ക് അറിയാം കിക്കിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവനൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. പിന്നെ അവളുടെ ഫസ്റ്റ് നെയിം വിളിച്ച് അവൻ എപ്പോഴും ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പ് കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. റിൻഡാരോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ നല്ല ദേഷ്യമുണ്ട്. ഇനി അടുത്ത ദിവസമാണ്. കൗരുക്കോ സ്കൂളിൽ പതിവിലും നേരത്തെയാണ് എത്തിയത്. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. റൂമേഴ്സ് ഉണ്ടാവുന്ന ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും റിൻഡാരോനെ ഓർക്കുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് ചെല്ലും. പക്ഷേ ഒരു ഡിഫറൻസും ഇല്ല. എല്ലാവരും നോർമലായിട്ട് തന്നെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് സുബുരു അങ്ങോട്ട് വരും. അയൂമിയെയും ഫ്രണ്ട്സിനെയും കണ്ടോന്ന് കൗരുക്കോ ചോദിക്കും. നോക്കുമ്പോൾ സുബുരുവിന്റെ പിറകിൽ അവരുണ്ട്. അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ സുബുരു പറയും, അവളെല്ലാം അവരോട് സംസാരിച്ചെന്ന്. കൗരുക്കോ കുറച്ച് സർപ്രൈസ്ഡ് ആണ്. അയൂമി കൗരുക്കോനോട് സോറി പറയുവാണ്. ഇന്നലെ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയായില്ല. സുബുരു എല്ലാം പറഞ്ഞു. നമുക്കെന്തായാലും ഒരുമിച്ച് കുറച്ചു നേരം സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെല്ലാവരും സമ്മതിക്കുവാണ്. ഇനി കാണിക്കുന്ന സീനിൽ അവരെല്ലാവരും മീറ്റ് ചെയ്യുവാണ്. അയൂമി പറയും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. റിലേഷൻഷിപ്പ് പോരാത്തതിന് നിങ്ങൾ അവിടുത്തെ വേറെ സ്റ്റുഡൻസ് ആയിട്ട് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. സുബുരുവും അവരെ ഫ്രണ്ട്സ് എന്നാണ് വിളിച്ചത്. അതാണ് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്.
സുബുരു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾ മീറ്റ് ചെയ്തതും പരസ്പരം മനസ്സിലാക്കിയതുമൊക്കെ. പക്ഷേ എനിക്ക് ഈ റിയാലിറ്റി എന്തോ മനസ്സിലാവുന്നില്ല. ചിഡോറിക്ക് എന്ത് മോശം റെപ്യൂട്ടേഷൻ ആണുള്ളത്. ചിസയ്ക്കും സുസുക്കിക്കും അയൂമിയുടെ അതേ അഭിപ്രായമാണ്. സുബുരുവിനായിരുന്നു ചിഡോറിനെ ഏറ്റവും വെറുപ്പ്. സോ സുബുരു മാറിയത് കണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ടീച്ചേഴ്സ് ഇതറിഞ്ഞാലും പ്രശ്നമാണ്. ടോപ്പ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇവരിൽ വലിയ എക്സ്പെക്ടേഷൻ ആണുള്ളത്. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിനെ പോലും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ അല്ലാത്തതായിരുന്നു നല്ലത് എന്ന് സുസുക്ക പറയുവാണ്. ഗൗരിക്കോ പറയും, ഞങ്ങളെപ്പറ്റി ഓർത്ത് നിങ്ങൾ കൺസേൺഡ് ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞത് നന്നായി. പക്ഷേ എനിക്ക് റിൻഡാരോനെ ഒത്തിരി ഇഷ്ടമാണ്. സോ ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇത് കേട്ട് സുബുരു സ്മൈൽ ചെയ്യുന്നുണ്ട്. റിൻഡാരോയും നേരത്തെ അവളോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പെട്ടെന്ന് മഡോക്ക അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുവാണ്, എനിക്കൊരു കാര്യം അറിയാനുണ്ട്, ചോദിക്കട്ടെ? ഗൗരിക്കോ സീരിയസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡിയാണ്. മഡോക്ക പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചോദിക്കുവാണ്, നീ എങ്ങനെയാണ് റിൻഡാരോനെ മീറ്റ് ചെയ്തത്? കൺഫെഷനൊക്കെ എങ്ങനെയായിരുന്നു? എത്ര നാളായി ഡേറ്റിംഗ് തുടങ്ങിയിട്ട്? ഞാൻ കുറെ നേരമായി ഇത് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പൊ സുസുക്ക ചോദിക്കുന്നുണ്ട്, നീ റൊമാൻസിൽ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നേ? അവർ ചിഡോറിയായിട്ട് ഇൻവോൾവ് ആണ്, അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനില്ലേ? മഡോക്ക പറയുവാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് ചിഡോറിനെ പറ്റി അങ്ങനെ ഒരു ഒപ്പീനിയൻ ഒന്നുമില്ല. അങ്ങനെ എപ്പിസോഡ് 17 തീർന്നിരിക്കുവാണ്. കിക്കി ഗേൾസിന്റെ ഡിസ്കഷൻ തീർന്നിട്ടൊന്നുമില്ല. റിൻഡാരോന്റെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനമെന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. എപ്പിസോഡ് 18 നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.